ചായക്കടയിലെ അതേ രുചിയിൽ കത്തിരിക്ക ബജിയും വാഴയ്ക്ക ബജിയും എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ബജിയിൽ എണ്ണ കുടിക്കാതിരിക്കാൻ നല്ല ക്രിസ്പി ആയിരിക്കാനും എന്തൊക്കെ ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ടെന്ന് ലാസ്റ്റ് പറയാം. ആദ്യം ഒരു വാഴയ്ക്കയും പകുതി കത്തിരിക്കയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ബജിക്ക് വേണ്ടി. വാഴയ്ക്കയുടെ തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞതിന് ശേഷം അതിനെ ചെറിയ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്യുക. അതുപോലെ കത്തിരിക്ക അതുപോലെ ചെറിയ ചെറിയ പീസസായിട്ടാണ് കട്ട് ചെയ്യാനുള്ളത്. കനം കുറച്ച് വേണം ഇത് കട്ട് ചെയ്യാൻ. ഈവനിങ് സ്നാക്സ് 4 മണി പലഹാരമായിട്ട് ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയൊരു സ്നാക്സാണ് ഇത്. രണ്ടും കട്ട് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് കുറച്ച് കടലമാവ് എടുത്ത് നന്നായിട്ട് അരിച്ചതിന് ശേഷം അതിൽ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു തവി പിന്നെ മാവാണ് ഉപയോഗിക്കുന്നത്. ഇഡ്ഡലി ദോശ മാവ് അതാണ് ഇതിൽ ഒഴിച്ച് പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി ഇടും, ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ശകലം മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, അത് കഴിഞ്ഞിട്ട് കായം കട്ട പൊടിച്ചതാണ് പൊടി അതിടും. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം, അതിനാവശ്യമായ വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കുക. ഇതിൽ കുറച്ച് മസാല കൂടെ ഇട്ടിട്ടുണ്ട്. വീഡിയോ എടുക്കാൻ വിട്ടുപോയെന്ന് തോന്നുന്നു. മസാല ഇട്ടിട്ടുണ്ട്. അത് അധികം ലൂസാവാതെയും അധികം കട്ടിയാവാതെയും വേണം ബാറ്റർ തയ്യാറാക്കിയെടുക്കാൻ. അതിനുശേഷം ഒരു ഇരുമ്പ് ചീനച്ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് എണ്ണ, ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. അത് എണ്ണ നന്നായിട്ട് ചൂടാവാനായിട്ട് തീ കൂട്ടി വയ്ക്കുക. നന്നായി ചൂടായതിന് ശേഷം തീ പിന്നെ കുറച്ച് വെച്ചിട്ടാണ് ഇത് ബാറ്ററിൽ മുക്കി ഇടുന്നത്, എണ്ണയിലേക്ക് ഇടുന്നത്. അതിടുന്നത് വാഴയ്ക്കയാണ്. എണ്ണയിലേക്കിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വരും. അതിനുശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടുക. റെഡിയായതിന് ശേഷം എണ്ണയിൽ നിന്ന് കോരി മാറ്റുക. ആദ്യത്തെ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് വീണ്ടും ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ട് ഇടാനായിട്ട്. അതും എണ്ണയിലേക്ക് ഇടുക.
തട്ടുകടയിലൊക്കെ ഏറ്റവും കൂടുതൽ ചിലവാകുന്ന വാഴയ്ക്ക ബജി, മുളക് ബജി, കത്തിരിക്ക ബജി ഇതൊക്കെയാണ്. അതൊക്കെ നല്ല ടേസ്റ്റാണ് ചായയുടെ ഒപ്പം കഴിക്കാനായിട്ട്. രണ്ടാമത്തതും കോരി മാറ്റിയതിന് ശേഷം അടുത്ത കത്തിരിക്കയാണ് ഇടുന്നത്. ഒരേ ബാറ്റർ തന്നെയാണ് വാഴയ്ക്കും കത്തിരിക്കയ്ക്കും ഒക്കെ. ഒരേ ബാറ്റർ ഉപയോഗിച്ച് 2 ബജി ഇവിടെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നല്ല ക്രിസ്പി ആയിട്ടിരിക്കാനാണ് ആ മാവ് ചേർത്തത്. ഇതിൽ സോഡാപ്പൊടിയോ അങ്ങനെയുള്ള ഒന്നുമേ ഉപയോഗിക്കുന്നില്ല. നന്നായിട്ട് മൂത്തതിന് ശേഷം അതിനെ കോരി മാറ്റുകയാണ് ചെയ്തത്. അങ്ങനെ 2 പ്രാവശ്യം വീതം എണ്ണയിൽ ഇടുകയാണ് ചെയ്യുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക.